വീണ്ടും മനസ്സമ്മതം ഭാഗം 7 കഥാരചന ഉമ്മു ഫർഹത്ത് അവതരണം ഷാജഹാൻ ചളിക്കോട്. ബാംഗ്ലൂരിലെ ആദ്യത്തെ പുലരി മെറിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടേതായിരുന്നു. ജനാലവിരികൾക്കിടയിലൂടെ അരിച്ചെത്തിയ വെട്ടം അവളുടെ ഉറക്കം കെടുത്തിയിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ രോഹിത്തിൻ്റെയും വിനയിൻ്റെയും ചിരികൾക്കും സംസാരങ്ങൾക്കുമിടയിൽ അവൾ എപ്പോഴാണ് ഉറങ്ങിയത്. അവൾക്കെന്തോ അവിടെ ഒരു സുരക്ഷിതമല്ലാത്തൊരു ഫീൽ നൽകുന്നുണ്ട്. പതുക്കെ എഴുന്നേറ്റ് ഫ്രഷായി ലിവിംഗ് റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ വിനയ് ഡൈനിങ് ടേബിളിൽ നിന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുന്നുണ്ട്. രോഹിത്തിനെ അവിടെ കണ്ടില്ല. ഗുഡ് മോർണിംഗ് മെറിൻ, നന്നായി ഉറങ്ങിയോ? അവളെ കണ്ടപ്പോൾ വിനയ് സൗഹൃദത്തോട് ചോദിച്ചു. പുതിയ സ്ഥലമല്ലേ, പതുക്കെ ശരിയായിക്കോളും. പിന്നെ വിനയ്, എൻ്റെ ജോലിയുടെ കാര്യം? മെറിൻ ഒട്ടും വൈകാതെ തന്നെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് കടന്നു. ഞാനത് തന്നെയാണ് നോക്കുന്നത്. എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ഒരു വേക്കൻസി ഉണ്ട്. നിൻ്റെ യോഗ്യതയ്ക്ക് അത് അനുയോജ്യമായിരിക്കും. താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ഓഫീസിലേക്ക് പോകാം. മെറിൻ്റെ ഉള്ളിൽ ഒരു മിന്നലാട്ടം പോലെ സന്തോഷം വിരിഞ്ഞു. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആദ്യത്തെ തൻ്റെ ചുവടുവെപ്പ്. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. രോഹിത് റൂമിൽ നിന്ന് റെഡിയായി ഇറങ്ങി വരുന്നത് അവൾ കണ്ടു. അവൻ്റെ മുഖത്ത് കഴിഞ്ഞ രാത്രിയിൽ തെളിഞ്ഞു നിന്ന ആ പുച്ഛം ഇപ്പോഴുമുണ്ട്. വിനു, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ ആലോചിച്ചോ? രോഹിത് വിനയിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് മെറിനെ ഒന്ന് നോക്കി. വിനയ് അല്പം പതറിയതുപോലെ മെറിനെ നോക്കി. അവൾക്കൊന്നും മനസ്സിലായില്ല. രോഹി, നമ്മളിപ്പോൾ ആ കാര്യം സംസാരിക്കണ്ട. എന്താ വിനയ്, രോഹിത് പറഞ്ഞ കാര്യം? അതെന്നെക്കുറിച്ചാണോ? എന്താണെങ്കിലും പറഞ്ഞോളൂ. മെറിൻ നേരിട്ട് തന്നെ ചോദിച്ചു. രോഹിത് മുഖത്ത് വിരിഞ്ഞ ഒരു ക്രൂരമായ ചിരിയോടെ മുന്നോട്ട് വന്നു. അതെ മെറിൻ, ഇത് നിന്നെക്കുറിച്ച് തന്നെയാണ്. വിനയനും എനിക്കും ഞങ്ങളുടേതായ ഒരു പ്രൈവസിയുണ്ട്. നീ ഇവിടെ നിൽക്കുന്നത് തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ എത്രയും വേഗം മറ്റൊരു താമസസ്ഥലം കണ്ടുപിടിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. രോഹിത്തിൻ്റെ വാക്കുകൾ കേട്ട് വിനയ് തല താഴ്ത്തി നിന്നു. മെറിന് ദേഷ്യത്തേക്കാൾ കൂടുതൽ വിനയിനോട് പുച്ഛമാണ് തോന്നിയത്. സ്വന്തം ജീവിതം പോലും മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് അവനോട് സഹതാപം തോന്നി. ഏകദേശം തന്നെപ്പോലെ തന്നെ സ്വന്തമായ ഒരു അഭിപ്രായവും പറയാനാവാത്ത, ചെയ്യാനാവാത്ത ഒരു നിസ്സഹായ അവസ്ഥ. വിനയ്, എനിക്ക് താമസിക്കാൻ ഒരു ഹോസ്റ്റലോ ചെറിയൊരു റൂമോ മതി. എനിക്ക് നിങ്ങളുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കാൻ താല്പര്യമില്ല. പക്ഷേ എനിക്ക് ആദ്യം ഒരു ജോലി വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോളാം. മെറിൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് തിരിച്ചു കയറി. രോഹി, അവൾ നിയമപരമായി എൻ്റെ ഭാര്യയാണ്. ഒരു കുടുംബം വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് എന്നെ. അവളെ അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ സമാധാനം പറയേണ്ടത് ഒരുപാട് പേരോടാണ്. നീ കാണിക്കുന്ന ഈ വാശിയും ഈഗോയും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു തരത്തിലും അവൾ നമ്മുടെ ലൈഫിനെ ബാധിക്കില്ല. അവൾ ഇപ്പോൾ തന്നെ വീട്ടിൽ തുറന്നു പറഞ്ഞ മൊത്തം പ്രശ്നത്തിലാവും. നീ അതൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. അവൻ അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു. വേഗം ഡ്രസ്സ് മാറി റെഡിയായി ഇറങ്ങി. അപ്പോഴേക്കും മെറിനും തയ്യാറായി വന്നിരുന്നു. രോഹിത് അവൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. ഒരു കോഫി പോലും ആരും കുടിച്ചിരുന്നില്ല. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തു നിന്നാണ് കഴിക്കാറ്. ഇവർ രണ്ടാണുങ്ങളും ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്ത ടൈപ്പാണ്. രാവിലെ കോഫി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇന്ന് പക്ഷേ അതും ഉണ്ടായില്ല. അവളും ഒരുങ്ങി വന്നത് കണ്ട് അവർ ഫ്ലാറ്റ് പൂട്ടി പുറത്തേക്കിറങ്ങി. ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുമ്പോഴും രോഹിത് എന്തൊക്കെയോ പറയുന്നുണ്ട്. വിനയ് ഒന്നും മിണ്ടാതെ ലിഫ്റ്റിൽ നിന്നിറങ്ങി കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം അവർ മൂവരും ഓഫീസിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിലുടനീളം രോഹിത് വിനയിനോട് ചേർന്നിരുന്ന് എന്തൊക്കെയോ തമാശകൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വിനയ് അത് മൂളി കേൾക്കുന്നു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. മെറിൻ പിൻസീറ്റിലിരുന്ന് നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ബാംഗ്ലൂർ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭയസ്ഥാനമാണ്. അവളുടെ പ്രണയം തകർത്ത നാട്ടിൽ നിന്നും, തന്നെ ഒരു ഭാരമായി കണ്ട ഒരു വിലയില്ലാത്ത നാട്ടിൽ നിന്നും ലഭിച്ച മോചനം. വിനയിൻ്റെ ഓഫീസിലെത്തിയപ്പോൾ മെറിൻ അത്ഭുതപ്പെട്ടു. വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. വിനയ് തൻ്റെ സ്റ്റാഫിനെ വിളിച്ച് മെറിനെ പരിചയപ്പെടുത്തി. അവൾക്ക് വേണ്ട ട്രെയിനിങ് നൽകാൻ ആവശ്യപ്പെട്ടു. മെറിൻ, ഇത് താൽക്കാലികമായി എൻ്റെ ഓഫീസ് ഐഡിയിൽ ചെയ്തതാണ്. ഇന്ന് തന്നെ നിനക്ക് അഡ്മിനിസ്ട്രേഷനിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ഓർക്കണം, ഓഫീസിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവിടെ അങ്ങനെ ആർക്കും നിന്നെ അറിയില്ല എന്ന് കരുതാം. സോഷ്യൽ മീഡിയയിൽ ഞാൻ നമ്മുടെ വിവാഹ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ല. മറ്റാരെങ്കിലും ചെയ്തു കണ്ടറിഞ്ഞാലേ ഉള്ളൂ. നീ ആരോടും പറയണ്ട. വിനയ് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. മെറിൻ അത് സമ്മതമെന്ന തരത്തിൽ തലയാട്ടി. അന്നു തന്നെ അവൾ ജോലിയിൽ പ്രവേശിച്ചു. ഫയലുകൾക്കിടയിലും സിസ്റ്റത്തിന് മുന്നിലും ചിലവഴിച്ച ഓരോ നിമിഷവും ഉള്ളിൽ നിന്നും അവൾക്ക് വല്ലാത്തൊരു ഊർജ്ജം നൽകി. പപ്പയുടെ കൺമുന്നിൽ ശ്വാസമുട്ടി കഴിഞ്ഞിരുന്ന മെറിന് തൻ്റെ ഓരോ ഒപ്പം സ്വന്തം കഴിവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വലിയൊരു ആത്മവിശ്വാസം തോന്നി. ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞ് സീറ്റിലിരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ നാൻസിയാണ്. മെറിൻ പെട്ടെന്ന് ഫോൺ എടുത്തു. മമ്മി. മോളെ മെറിൻ, അവിടെ എത്തി വിളിച്ചതല്ലാതെ നീ വിളിച്ചില്ലല്ലോ. എന്തായി കാര്യങ്ങൾ? എല്ലാം സെറ്റായോ? വിനയ് ഓഫീസിലേക്ക് പോയോ? നാൻസിയുടെ സ്വരത്തിൽ വല്ലാത്തൊരു കരുതലുണ്ടായിരുന്നു. സോറി മമ്മി,
ഇന്ന് വിളിക്കാൻ വിട്ടുപോയി. ഞങ്ങളിവിടെ വിനയൻ്റെ ഓഫീസിലുണ്ട്. വിനയ് എനിക്കിവിടെ ഒരു ജോലി ശരിയാക്കി തന്നു. ഇന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്തു. മെറിൻ സന്തോഷത്തോടെ പതുക്കെ പറഞ്ഞു. അയ്യോ മോളെ, ഇത്ര വേഗം ജോലിക്ക് കാരണമായിരുന്നോ? കുറച്ച് ദിവസം അവിടെ ചുറ്റിയടിച്ചൊന്ന് കാണണ്ടേ? എങ്കിലും സന്തോഷം. അവൻ നിന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടല്ലോ അല്ലേ? വല്ലപ്പോഴും ഒന്ന് വിളിക്കണേ മോളെ, നിന്നെ വല്യമ്മച്ചി അന്വേഷിക്കുന്നുണ്ട്. നാൻസിയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മെറിൻ്റെ കണ്ണ് നിറഞ്ഞു. സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ സ്നേഹിച്ചത് ഇവരാണ്. അവരോട് അഭിനയിക്കേണ്ടി വരുന്നതിലെ കുറ്റബോധം അവളെ ഒന്നുലച്ചു. എങ്കിലും അവൾ ശബ്ദമിടറാതെ കുറച്ചു നേരം കൂടി സംസാരിച്ചു. വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് തിരികെ വരുമ്പോൾ വിനയ് അല്പം മൗനത്തിലായിരുന്നു. രോഹിത് അവൻ്റെ കാറിൽ മറ്റെന്തോ ആവശ്യത്തിന് എവിടെയോ പോയിരുന്നു. മെറിൻ, രോഹിത് പറഞ്ഞ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. പക്ഷേ അവൻ പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ന്യായമാണ്. നമ്മൾ തമ്മിലുള്ള ഈ കല്യാണം അവനെ അത്രമാത്രം തളർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ നിന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. വിനയ് സീറ്റിൽ ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു. എനിക്കറിയാം വിനയ്, നിങ്ങളെല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ഞാൻ മാത്രമാണ് ഒരിടവുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത്. പക്ഷേ ഇനി അതുണ്ടാവില്ല. മെറിൻ അല്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ വിനയ്ക്ക് പിന്നെയും ഉള്ളിലൊരു കുത്തൽ തോന്നി. അവൻ ഗ്ലാസ്സിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഫ്ലാറ്റിലെത്തിയ ശേഷം താൻ ഉപയോഗിച്ച മുറിയിലേക്ക് കയറാൻ പോയ മെറിനെ വിനയ് തടഞ്ഞു. മെറിൻ, ഒരു നിമിഷം. നാളെ എനിക്ക് സൈറ്റിലൊരു മീറ്റിംഗ് ഉണ്ട്. രാവിലെ നിനക്ക് തനിയെ ഓഫീസിൽ പോകാൻ കഴിയുമോ? ഞാൻ ഊബർ ബുക്ക് ചെയ്യാം. തനിക്ക് കംഫർട്ടാവുമോ എന്ന് പേടിയുണ്ട്. കഴിയും വിനയ്, എനിക്കറിയാം. ഞാൻ മറ്റു സ്ഥലത്തേക്ക് മാറിയാൽ പിന്നെ തനിച്ച് യാത്ര ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ വിനയ് കൂടെയുണ്ടാവില്ലല്ലോ. അവൾ നിസ്സംഗത നിറഞ്ഞ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. വിനയൻ അതെല്ലാം മറ്റുള്ളവർ അറിയുമ്പോൾ എന്തൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് ആലോചിച്ചപ്പോൾ തലവെരുത്തു. തൻ്റെ മമ്മിയും വല്യമ്മച്ചിയും അവളെ ശ്രദ്ധിക്കാൻ പ്രത്യേകം പറഞ്ഞതാണ്. അതുകൊണ്ട് അവളെ രോഹിത് പറയും പോലെ ഇങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ കഴിയില്ല. അവൻ അങ്ങനെ ആലോചനയോടെ കുറച്ചു നേരമിരുന്നു. രാത്രിയേക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അത് മെറിൻ എടുത്ത് കഴിച്ചു. മറ്റു രണ്ടാളും ഒന്നിച്ചു കഴിച്ചു. അന്ന് രാത്രി മെറിൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ രോഹിത്തിൻ്റെ ശബ്ദം വീണ്ടും അവിടെ ഉയർന്നു കേട്ടു. വിനയനോട് അവൻ തർക്കുകയാണ്. അവൾക്ക് നീ നിൻ്റെ ഓഫീസിൽ ജോലി കൊടുക്കരുതായിരുന്നു വിനയ്. നീ അവളെ സഹായിക്കും തോറും അവൾ നിൻ്റെ ജീവിതത്തിൽ ഒട്ടിപ്പിടിക്കും. എനിക്കിതിൽ നിന്നെ നഷ്ടപ്പെടുമെന്ന് പേടിയുണ്ട്. നീ എന്തൊക്കെയാണ് രോഹിത് ഈ പറയുന്നത്? ഞാൻ രാവിലെ നിന്നോടെല്ലാം പറഞ്ഞതല്ലേ. എൻ്റെ വീട്ടുകാർ എൻ്റെ കൂടെ പറഞ്ഞയച്ച അവളെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും? നീ വിഡ്ഢിത്തരം പറയരുത്. അവർ തമ്മിൽ പോരുമുറുകി. ഇത് കേട്ട് നിൽക്കാനാവാതെ മെറിൻ ചെവി പൊത്തിപ്പിടിച്ചു. തൻ്റെ ലക്ഷ്യം ഈ നഗരത്തിൽ പിടിച്ചു നിൽക്കുക എന്നതാണ്. ഈ ഫ്ലാറ്റിൽ നിന്നും വിനയിൻ്റെ തണലിൽ നിന്നും എത്രയും വേഗം രക്ഷപ്പെടണം. അവൾ എഴുന്നേറ്റ് ബാഗിൽ നിന്നും ഡയറി എടുത്ത് തുറന്ന് ബാംഗ്ലൂരിലെ തൻ്റെ ആദ്യത്തെ ദിവസത്തെ അനുഭവങ്ങൾ എഴുതി വെച്ചു. അവസാനമായി അവൾ എഴുതിയത് ഇതായിരുന്നു: ഇന്ന് ഞാൻ സ്വന്തമായി അധ്വാനിച്ചു തുടങ്ങിയിരിക്കുന്നു. ജോബിച്ചായനും ഞാനും ഒരുമിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഞാനിതാ തനിയെ സ്വന്തമാക്കി തുടങ്ങുന്നു. നാളെ എനിക്കൊരു നല്ല താമസ സ്ഥലം കണ്ടെത്തണം. വിനയിൻ്റെ കൂടെയുള്ള ഈ ജീവിതത്തെക്കാൾ സമാധാനം നിറഞ്ഞൊരു ജീവിതം എനിക്ക് കെട്ടിപ്പൊക്കണം. അവൾ പതുക്കെ കണ്ണുകളടച്ചു. നാളെ പുതിയൊരു പോരാട്ടമാണ്. രോഹിത്തിൻ്റെ വെറുപ്പിനും വിനയിൻ്റെ നിസ്സഹായതയ്ക്കുമിടയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്താനുള്ള പോരാട്ടം. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.